ഇനിയെങ്കിലും മാസപ്പടി വിവാദത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച 5 ചോദ്യങ്ങൾ, പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്, 5 ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറയാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ തെളിവുകളോടെ ഞങ്ങൾ മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുൻപ് പലതവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ 5 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ചോദ്യങ്ങൾക്ക് മൗനമാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പണമിടപാട് നടന്നുവെന്നാണ് പറയപ്പെടുന്നത്. CMRL അല്ലാതെ എക്സാലോജിക് കമ്പനിക്ക് പണം നൽകുന്നത് ആരൊക്കെ? CMRL അല്ലാതെ നിരവധി കമ്പനികൾ പണം എക്സാലോജിക്കിന് നൽകിയതായി വി.ഡി. സതീശൻ ആരോപിച്ചു. AI ക്യാമറയെക്കുറിച്ചും ഫോണിനെ കുറിച്ചും മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മറുപടിയേയില്ല എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഇനിയെങ്കിലും ചോദിച്ച 5 ചോദ്യങ്ങൾക്ക്, അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് വി.ഡി. സതീശൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാമെന്നും വി.ഡി. സതീശൻ പറയുന്നുണ്ട്. ഇതുകൂടാതെ മുഖ്യമന്ത്രിക്ക് BJPയെ പേടിയാണെന്നും മാസപ്പടി വിവാദത്തിലും മറ്റും ED അന്വേഷണം നേരിടുന്നതിനാൽ EP ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട് BJPയെ പ്രീണിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും വി.ഡി. സതീശൻ ആരോപിക്കുന്നുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ചോദിച്ച ഏത് ചോദ്യത്തിലും 24 മണിക്കൂറിനകം പ്രതിപക്ഷം മറുപടി പറയും. പക്ഷെ കുറെ നാളായി ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അതിനൊന്നും മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറയുന്നില്ല. ഇപ്പൊ മാസപ്പടി വിവാദവുമായി ഞാൻ 5 ചോദ്യം ചോദിച്ചു. മൗനത്തിന്റെ മാളങ്ങളിലാണ് മുഖ്യമന്ത്രി പോയി ഒളിച്ചത്. ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി കണ്ടെത്തിയ ഫൈൻഡിംഗ് ഉണ്ട്. അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ തരത്തിൽ നിയമവിരുദ്ധമായ പണമിടപാട് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സാലോജി കമ്പനിക്ക് സംഭാവനകൾ നൽകിയതും പണം കൊടുത്തതും ആരൊക്കെയാണ്? CMRL അല്ലാതെ, CMRL നേരത്തെ ഉണ്ട് കേസ്, CMRL അല്ലാതെ നിരവധി കമ്പനികൾ ഈ എക്സാലോജി കമ്പനിക്ക് പണം കൊടുത്തെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ചേർന്ന് ഇലക്ട്രൽ ബോണ്ടിനെതിരായി അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുക. എന്താ ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നം? BJP അവരുടെ ഏജൻസികളെ ഉപയോഗിച്ച് CBI, ED തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് റെയ്ഡുകൾ നടത്തുകയും കേസെടുക്കുകയും ചെയ്യുകയും ആ കമ്പനികൾ ഈ കേസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി കോടാനുകോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി സംഭാവന ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം സമാനമായൊരു ചോദ്യമാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ സമാനമായ ചോദ്യം. എക്സാലോജി കമ്പനിക്ക് സഹായങ്ങൾ ചെയ്ത, സാമ്പത്തിക സഹായം ചെയ്ത കമ്പനികൾക്കെല്ലാം ഏതെല്ലാം തരത്തിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഉപകാരം ചെയ്തിരിക്കുന്നത്? ടാക്സ് വെട്ടിപ്പുകാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്ത ഫേവറുകൾ, ഉപകാരത്തിന്റെ മറവിലാണ് എക്സാലോജി കമ്പനിക്ക് നിരവധിയായ കമ്പനികൾ സാമ്പത്തിക സഹായം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ തോതിലുള്ള തുക ഇവിടെ ഇല്ലെങ്കിലും ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടായിരിക്കുന്ന അഴിമതിയുടെ യഥാർത്ഥ കാതൽ ഇവിടെ മാസപ്പടി വിവാദത്തിൽ നടന്ന നിയമവിരുദ്ധമായ പണമിടപാടുകളുടെ പുറകിലും ഉണ്ട്. അതിന് ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രി മറുപടി പറയില്ല. AI ക്യാമറയെക്കുറിച്ചും ഫോണിനെ കുറിച്ചും ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി യാതൊരു മറുപടിയും പറയില്ല. ഇനിയെങ്കിലും മാസപ്പടി വിവാദത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച 5 ചോദ്യങ്ങൾ, പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്, 5 ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറയാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ തെളിവുകളോടെ ഞങ്ങൾ മറുപടി പറഞ്ഞു. അതേ അവസരത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് LDF കൺവീനറെ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഭയമാണ്. മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നു. നിരവധിയായ കേസുകളിൽ ED അന്വേഷണം കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് നടക്കുന്നു. BJPയെ പേടിയാണ്. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് BJPയെ പ്രീണിപ്പിക്കാൻ EP ജയരാജനെ കൊണ്ട് വർത്തമാനം, BJP അനുകൂല വർത്തമാനം പറയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. EP ജയരാജൻ അതിന്റെ ഒരു ഉപകരണമാണ്. EP ജയരാജനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, EP ജയരാജൻ തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള BJP സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് ഞങ്ങളോട് പറയാം പൊതുസമൂഹത്തോട്. രണ്ടാമത് പറയുന്നത് BJP നിരവധി സ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്ത് വരുമെന്നാണ്. അതിന്റെ അർത്ഥം
BJP രണ്ടാം സ്ഥാനത്ത് എവിടെയൊക്കെ കേരളത്തിൽ വരും അവിടെയൊക്കെ മൂന്നാം സ്ഥാനത്ത് ഇടതുപക്ഷം പോകും. ഇടതുപക്ഷത്തിന്റെ കൺവീനർ എന്ന് പറയുന്നത് ഞങ്ങൾ അത്രയും സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് പോകും.